ഹലോ, കുഞ്ഞിത്താമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു ചിക്കൻ റോസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഞാനിപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യാത്ത ഫുൾ ചിക്കനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്ന ചിക്കനാണിത്. ഏകദേശം 1 കിലോ വെയിറ്റോളം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചിക്കൻ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരുപാട് വലിയ ചിക്കൻ, ഇപ്പോൾ 2 കിലോ ഒക്കെ ഉള്ള വെയിറ്റുള്ള ചിക്കനൊന്നും എടുക്കല്. അതിനുള്ളിലൊക്കെ മസാലയൊക്കെ പിടിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പം ഒരു മീഡിയം സൈസിലുള്ള, ഇപ്പോൾ 1 കിലോ മുതൽ 300 വരെയുള്ള ചിക്കൻ എടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അപ്പോൾ അതിങ്ങനെ എടുത്തിട്ട് വേണ്ട ഇതുപോലെ നന്നായിട്ട്, ഇപ്പോൾ ചിക്കൻ ഫുള്ള് ഇതേ രീതിയിൽ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ നന്നായിട്ടൊന്ന് സൈഡ് ചരിച്ച് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. ഉള്ളിലേക്ക് എത്തണ വിധത്തിൽ വേണം ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാനായിട്ട്. വല്ലാണ്ട് ഇങ്ങനെ വിട്ടു പോകുന്ന രീതിയിൽ ആകുകയും ചെയ്യല്. അപ്പോൾ ഇതുപോലെ സൈഡിലായിട്ട് ഇങ്ങനെ വേണം വരഞ്ഞു കൊടുക്കാനായിട്ട്. ഒന്ന് ഉള്ളിലേക്കൊന്ന് കുത്തി കൊടുക്കണ പോലെ ഇടയ്ക്കൊന്ന് കുറച്ച് ആഴത്തിൽ കുത്തിയും കൊടുക്കണം. അത് മാത്രമേ നമ്മുടെ ഉള്ളിലേക്ക് മസാല നന്നായിട്ട് പിടിക്കത്തുള്ളൂ, അല്ലെങ്കിൽ പുറത്ത് മാത്രമേ മസാല പിടിക്കത്തുള്ളൂ, ഉള്ളിൽ മസാല നന്നായിട്ട് പിടിച്ചു കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നല്ലൊരു മസാല തയ്യാറാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മസാല തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം എരിവിലാണ് ആക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 6 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതേപോലെ 2 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ ജീരകം, ഇത് ചെറിയ ജീരകമാണ്. ഇനി 1 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, ഒരു ചെറിയ പട്ട, ഇനി 4 ഏലക്ക, 4 ഗ്രാമ്പൂ, തക്കോലത്തിൻ്റെ ചെറിയ 2 പീസ് മതി, ഫുള്ള് വേണ്ട. പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. വല്ലാണ്ട് തീ കൂട്ടി വെച്ചാക്കി എടുക്കേണ്ട കാര്യമില്ല. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആകുമ്പോഴത്തേന് ഇതിൽ നിന്ന് നല്ലൊരു മണം വരും. അതുവരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് പെട്ടെന്ന് തന്നെ റോസ്റ്റായി കിട്ടും. ഇത് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. ഈ മസാല പൊടിച്ച് കഴിഞ്ഞ് തുറക്കുമ്പോൾ ഒരു മണമുണ്ടല്ലോ, എന്ത് രസമാണെന്നറിയാം. ഈ മസാലയാണ് നമ്മുടെ ചിക്കന് ഇത്രയും നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. ഇത് കൂടാതെ നമുക്കൊരു മസാല കൂടി വേണം. ഒരു 7 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഇത് എരിവ് തീരെ കുറഞ്ഞ പച്ചമുളക് കേട്ടോ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 10 ചെറിയ ഉള്ളി. ഇത് കൂടാതെ വളരെ കുറച്ച് മാത്രം മല്ലിയില, വളരെ കുറച്ച്, അതിൻ്റെ 1/4 ഭാഗം മാത്രം പുതിനയില. മല്ലിയിലയും പുതിനയിലയും വല്ലാണ്ട് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ അരച്ചുണ്ടാക്കുന്ന നമ്മുടെ മസാലയ്ക്ക് ഭയങ്കര കളറ് മാറിപ്പോവും. അപ്പോൾ ഇതൊരു ഫ്ലേവറിന് മാത്രം ചേർക്കുക. ഇനി ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, നോർമൽ ചില്ലി അല്ല, കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടാതെ 1 ടേബിൾ സ്പൂൺ തൈര്, 2 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ എണ്ണ, അതേപോലെ പാതി നാരങ്ങയില്ലേ, നാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതേപോലെ നല്ല റെഡ് കളറിൽ വേണം നമ്മുടെ മസാല കിട്ടാനായിട്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചെടുക്കണം. അപ്പോൾ മസാല ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ വരഞ്ഞു വെച്ചിരിക്കുന്ന വിടവുകളിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണം. ഉള്ളിലേക്കൊക്കെ പോണ പോലെ തേച്ച് കൊടുക്കണം. അതേപോലെ ചിക്കൻ്റെ ഉൾവശത്ത് നന്നായിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെറുതായിട്ടൊന്ന് ഉൾവശത്തോടൊന്ന് വരഞ്ഞിട്ട് ഉൾവശത്ത് നന്നായിട്ട് തേക്കണം. പിന്നെ മസാല നമുക്ക് കുറച്ചൊന്ന് മിച്ചം വെക്കണം, ഫുള്ളെടുത്ത് തേക്കല്. കുറച്ചൊന്ന് ഒരു 2 ടീസ്പൂണോളം നമ്മൾ മസാലയൊന്ന് വെക്കണം, നീക്കി വെക്കണം. എന്നിട്ട് വേണം തേച്ച് കൊടുക്കാനായിട്ട്. ഇതുപോലെ നന്നായിട്ട് മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് അടച്ച് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. നിങ്ങൾക്ക് എത്ര നേരം, ഒരു മിനിമം ഒരു 3-4 മണിക്കൂറെങ്കിലും വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. നന്നായിട്ട് മസാല ഉള്ളിലേക്കൊക്കെ പിടിച്ചു കിട്ടും. ഞാനിപ്പോൾ ഏകദേശം 6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്താണ്. ഇപ്പോൾ നിങ്ങൾ എടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ കാലൊന്ന് കൂട്ടിക്കെട്ടണം കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിതിങ്ങനെ എടുത്ത് മറിച്ച് വെക്കുമ്പോഴത്തേനും ഇത് ഇങ്ങനെ വിണ്ടുപോരും. അപ്പോൾ അതാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് കൂട്ടി ആദ്യമേ കെട്ടിക്കൊടുക്കണം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാലയില്ലേ, ഇത് ഒന്നുകൂടി ഇതിൻ്റെ പുറത്ത് തേച്ച് കൊടുക്കണം. എന്നാൽ മാത്രമേ നല്ല ക്രിസ്പി ആയിട്ടും നല്ല റെഡ് കളറിൽ നമുക്കിത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് തേച്ച് കൊടുക്കണം. തേച്ച് കൊടുക്കുമ്പോഴത്തേനും ഈ മസാല ഉള്ളിലേക്കൊക്കെ പോയ വിടവൊക്കെ ഇല്ലേ, അവിടേക്ക് ഒന്നുകൂടെ ഒന്ന് അടഞ്ഞു കിട്ടും. നന്നായിട്ട് നല്ല കളറായിട്ട് നമുക്ക്
ചിക്കൻ വെന്ത് കിട്ടുകയും ചെയ്യും. നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ ഇതൊന്ന് തേച്ച് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് എണ്ണയൊന്ന് ചെറുതായിട്ടൊന്ന് ബ്രഷിലാക്കിയിട്ടൊന്ന് തൂത്ത് കൊടുക്കുകയും ചെയ്യാം. നമ്മൾ കൈ വെച്ച് തേക്കുമ്പോഴത്തേന് നമ്മുടെ തേച്ച് വെച്ചേക്കുന്ന മസാല ഒക്കെ ഇങ്ങനെ കയ്യിൽ വരും. അപ്പോൾ അത് ചെറിയൊരു ബ്രഷ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു രണ്ട് വശത്തും തിരിച്ച് മറിച്ചു ഒന്ന് എണ്ണ ഒന്ന് തൂത്ത് കൊടുക്കണം. ഇനി ഇത് നമുക്ക് ഓവനിലോ അല്ലെന്നുണ്ടെങ്കിൽ വലിയ പാത്രത്തിലോ വെച്ച് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾ പാത്രത്തിൽ വെച്ചാൽ കുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നല്ല വിസ്താരമുള്ള പാത്രത്തിലെടുക്കുക, അല്ലെങ്കിൽ കുക്കറിലാണെങ്കിലും. അപ്പോൾ നമുക്ക് എന്നാൽ മാത്രമേ ഇങ്ങനെ തിരിച്ച് വെക്കുമ്പോഴേക്കും ഈസി ആയിട്ട് വെക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ തിരിച്ച് വെക്കുമ്പോഴത്തേന് നല്ല ഇടിഞ്ഞ പാത്രമാണെങ്കിൽ ഇത് ചിക്കൻ ഇങ്ങനെ വിണ്ടുപോരും. ഓവനിൽ വെക്കുകയാണെങ്കിൽ ആദ്യം ചൂട് നന്നായിട്ട് കൂട്ടി വെക്കുക കേട്ടോ. നന്നായിട്ട് കൂട്ടി വെച്ച് കൊടുക്കുക. ഞാനിപ്പം 200 ഡിഗ്രി സെൽഷ്യസിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നുള്ള ജ്യൂസൊന്നും ഇതിലേക്ക് ഇറങ്ങി വരത്തില്ല. കറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ ക്രിസ്പിയാവും. അതിനുശേഷം 10 മിനിറ്റ് ഇടവെച്ച് നമുക്കിങ്ങനെ ചൂട് കുറച്ച് കൊടുക്കുക. അതേപോലെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇനി നിങ്ങൾ അടുപ്പിൽ വെച്ച് ആക്കണമെന്നുണ്ടെങ്കിൽ തീ ആദ്യം കുറച്ച് വെച്ച് കൊടുക്കണം. കുറച്ച് വെച്ച് കൊടുക്കുമ്പോഴത്തേന് ഇതിൽ നിന്നുള്ള ജ്യൂസ് ഇറങ്ങിയതിന് ശേഷം കുറച്ച് സ്റ്റോക്കൊക്കെ വന്ന് കഴിയുമ്പോഴേക്കും നന്നായിട്ട് തീ കൂട്ടി വെച്ച് ആക്കിയെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളൊരു മസാലയും കൂടെ തയ്യാറാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 മീഡിയം സൈസ് ഉള്ളിയാണ്, 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്. അപ്പോൾ ഇത് നല്ല തിളച്ച എണ്ണ ഒന്ന് തിളച്ച് വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇതിലൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഞാനിപ്പോൾ 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടാതെ ഒരു എരിവില്ലാത്ത പച്ചമുളക് കേട്ടോ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് തീരെ എരിവില്ലാത്ത പച്ചമുളകായിട്ടാണ്. എരിവുള്ള പച്ചമുളകാണെങ്കിൽ അധികം ചേർത്ത് കൊടുക്കല്. നമ്മൾ ഈ ഉണ്ടാക്കുന്ന മസാലയ്ക്ക് തീരെ എരിവില്ല കേട്ടോ. എരിവില്ലാത്തൊരു മസാലയാണ്. നമ്മുടെ ചിക്കൻ അതിലൊന്ന് പുരട്ടി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു ജ്യൂസി ആയിട്ടുള്ളൊരു സോസാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിനധികം എരിവൊന്നും വേണ്ട. ഇതിലേക്ക് നമ്മൾ ഗരം മസാല ചേർത്ത് കൊടുക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ. ഞാനിപ്പം മസാല ഉണ്ടാക്കുകയാണ് ചെയ്യാറുള്ളത്. 1/2 ടീസ്പൂൺ പെരുംജീരകവും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 4 ഗ്രാമ്പു, 4 ഏലക്ക, ഒരു ചെറിയ കറുകപ്പട്ട, അതേപോലെ 4 മണി കുരുമുളക്, ഇത്രയും ചേർത്തൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് ഇതുപോലെ പൊടിച്ച് ചേർക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടെ ഒന്ന് ചേർക്കണം. ഇത് നമുക്ക് ഉള്ളിയിലേക്ക് നന്നായിട്ട് ഇതേപോലെ നന്നായിട്ട് വാടി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. അതിൽ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരണം. ഈ പരുവാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇങ്ങനെ അധികം എരിവ് വേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടും നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ബിരിയാണി മസാലയൊക്കെ ഉണ്ടാക്കിയെടുക്കണ പോലെ ഈ മസാല കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതേ രീതിയിൽ പച്ചമണം മാറണ വരെ നന്നായിട്ട് ഇളക്കിയെടുക്കണം. നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്കൊരു മീഡിയം സൈസ് തക്കാളി, ഇപ്പം നല്ല പഴുത്ത തക്കാളി വേണം, അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ 10 മിനിറ്റ് ഇടവിട്ട് നമ്മുടെ ചിക്കൻ നമുക്കൊന്ന് മറിച്ച് കൊടുക്കണം. അതുപോലെ ചിക്കൻ എടുക്കുമ്പോൾ 2 സ്പൂൺ വെച്ച് നല്ല അടിയിലൂടെ ചേർത്ത് പിടിച്ച് വേണം തിരിച്ച് വെച്ച് കൊടുക്കാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ചിക്കൻ നന്നായിട്ട് വെന്ത് വരുന്നതനുസരിച്ച് വിട്ടു വരും. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് മറിച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കണം. എടുത്ത് നന്നായിട്ട് എണ്ണയൊന്ന് മുകൾ ഭാഗത്ത് തൂത്ത് കൊടുക്കുകയും വേണം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് മധുരക്കിഴങ്ങും ഉരുളക്കിഴങ്ങും ഒക്കെ ഇതുപോലെ അരിഞ്ഞു കൊടുക്കും. അപ്പോൾ ഇതിൽ നന്നായിട്ട് റോസ്റ്റായി കിട്ടുമ്പം നല്ല ടേസ്റ്റാണ്. ഇത് കൂടാതെ നമുക്കൊരു 10 അണ്ടിപ്പരിപ്പ് ഇതേപോലെ നല്ല വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തെടുക്കണം. ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാണ്ട് അരച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കാവുന്നതാണ്. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതുകൂടെ നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് നല്ല റെഡ് കളറിൽ വരും. അതിൻ്റെ കൂടെ ഇതുകൂടെ ചേർത്ത് കൊടുക്കണം. ഇത് ചേർക്കുമ്പോൾ കളറൊന്നും മാറും. എന്നാലും നമ്മൾ ഇളക്കി നന്നായിട്ടൊന്ന് മസാല മൂത്ത് വരുമ്പോഴേക്കും വീണ്ടും നല്ല ചുമന്ന കളറിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ സ്റ്റെപ്പ് ഒരിക്കലും മിസ് ചെയ്യല്. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് മസാലയ്ക്ക് കിട്ടുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. അവസാനമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മസാല നന്നായിട്ട് മൂത്ത് അതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കണം. ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. മസാല ഒന്നുകൂടെ നല്ല കുറുകി കിട്ടും.
അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഇങ്ങനെ റെഡ് കളറായി കിട്ടും. വെന്ത് കഴിയുമ്പോഴേക്കും ഇതുപോലെ നല്ല റെഡ് കളറായിരിക്കും. അപ്പോൾ ഈ പരുവം ആകുമ്പോഴേക്കും നന്നായിട്ടൊന്ന് റെഡിയായി കഴിയുമ്പോഴേക്കും നമുക്കിത് പുറത്തെടുത്ത് ഇനി ഇത് മസാലയിലിട്ടാണ് ഇനി നമ്മളിതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നന്നായിട്ട് വേവിച്ച് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ പുറത്തൊക്കെ ഇപ്പം തന്നെ നല്ല ചുവപ്പ കളറിൽ തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. ഇനി മസാലയിലൂടെ ഒന്ന് വെന്ത് കിട്ടുമ്പോഴേക്കും നല്ല കുറച്ചുകൂടെ നല്ല കളറിലായി കിട്ടും. അതുപോലെ നല്ല ടേസ്റ്റായിട്ടും കിട്ടും. ഞങ്ങൾ വേവിച്ചെടുത്തിരിക്കുന്ന ചിക്കൻ ഇതുപോലെ മസാലയിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഒരു ചെറിയ സ്പൂൺ എടുത്ത് പതുക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുക. വല്ലാണ്ടിട്ട് കുത്തിപ്പൊടിക്കല്. പതുക്കെ ഇങ്ങനെ ഓരോ ഭാഗം തിരിച്ച് വെച്ച് തേച്ച് കൊടുക്കുക. അതോടൊപ്പം നല്ല ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്തുകൂടെ കൊടുക്കണം കേട്ടോ. അപ്പം മസാലയൊന്നും കരിയാണ്ട് ഇതേ രീതിയിൽ നന്നായിട്ട്, എണ്ണയൊന്നും പ്രത്യേകം ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇതിൽ തന്നെ നന്നായിട്ട് ഇത് റോസ്റ്റായി കിട്ടും. ഓരോ ഭാഗവും ഇങ്ങനെ മറിച്ച് വെച്ച് വേണം നമ്മളിങ്ങനെ മസാല തേച്ച് കൊടുത്തുകൊണ്ടേയിരിക്കണം. കുറച്ച് കഴിയുമ്പോഴേക്കും മസാലയൊക്കെ ഫുള്ളായിട്ട് നമ്മുടെ ചിക്കനിൽ ഫുള്ളായിട്ട് കവറായിട്ട് കിട്ടും. മസാലയൊന്നും പിന്നെ മിച്ചുണ്ടാവില്ല. പതുക്കെ മറിച്ച് നമ്മളൊന്ന് ഇതിൽ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. നമ്മൾ ചിക്കൻ്റെ കാല് കെട്ടി വെച്ചേക്കൊന്ന് അഴിച്ചു കൊടുക്കല്. നമ്മൾ അവസാനം മാത്രമേ അത് മുറിച്ച് മാറ്റാൻ പാടുള്ളൂ. ഒരു 20 മിനിറ്റോളം ഇതേ രീതിയിൽ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തും ചിക്കൻ്റെ പിടിച്ച് നല്ല കളറായിട്ട് നമുക്ക് കിട്ടും. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതേ രീതിയിൽ തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ എപ്പോഴും ഇതേ രീതിയിൽ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. എല്ലാ കൂട്ടുകാരും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മടിക്കാണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.